30ാമത് IFFK ആണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്. വലിയ ആവേശത്തോടു കൂടിയാണ് ഓരോ വർഷത്തെയും IFFK സിനിമാ പ്രേമികൾ ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത്തവണയും. ഞാനിപ്പോൾ നിൽക്കുന്ന ടാഗോർ തിയേറ്ററിൻ്റെ മുന്നിലാണ്. ഇവിടെ വലിയ സിനിമാ പ്രേമികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ചിത്രങ്ങൾ, വളരെ ക്രിയാത്മകമായ രീതിയിലുള്ള കണ്ടന്റുകളുള്ള ചിത്രങ്ങളൊക്കെ തന്നെ ഇത്തവണത്തെ മേളയിൽ പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ മേളയിൽ ഒരുപാട് ഡെലിഗേറ്റ്സ് വിദേശത്തുനിന്നും അടക്കം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ മേള, ഒരു വലിയ വിവാദങ്ങളില്ലാത്തൊരു മേള നടത്തിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഒരുപാട് നല്ല ചിത്രങ്ങൾ ഇത്തവണത്തെ പ്രത്യേകതയാണ്. വിദേശ സിനിമകളടക്കം ആ സിനിമയുടെ സെലക്ഷനിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു സെലക്ഷനാണ് ഇവിടെ ഇത്തവണ നടത്തിയിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പേർ ചിത്രം കാണാനായിട്ട് എത്തുന്നുണ്ട്. പല പ്രശസ്തരായ വ്യക്തികളടക്കം ഒരുപാട് പേർ സിനിമ കാണാനായിട്ട് എത്തുന്നുണ്ട്. വലിയ ഒരു മേള, ഒരു വളരെ സന്തോഷകരമായ ഒരു മേളയായിട്ട് തന്നെ മാറും. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. ഞായറാഴ്ചയോടുകൂടി മേളയുടെ ഒരു പീക്ക് പോയിന്റിലേക്ക് എത്തും. ഒരുപാട് സിനിമാ പ്രേമികൾ അടുത്ത ദിവസങ്ങളിലായി എത്തിച്ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രശസ്തരായിട്ടുള്ള സിനിമാ നടന്മാർ ഉൾപ്പെടെ അവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇവിടെ മേളയുടെ ആദ്യ പാസ് ഏറ്റുവാങ്ങിയത് പ്രശസ്ത നടി ലിജോ മോളാണ്. അത്തരത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഇനിയിപ്പോൾ ഈ മേള ദിനങ്ങൾ നിറയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഒരുപാട് ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് ഇവിടെ മേള കാണാൻ എത്തുന്നവരെ കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, വൈകുന്നേരം ആകുമ്പോൾ മറ്റ് കലാപരിപാടികളും ഒക്കെ ഇതിൻ്റെ ഭാഗമായി അരങ്ങേറും. എല്ലാവർക്കും കൃത്യമായി ഒരു തിയേറ്ററിൽ നിന്ന് അടുത്ത തിയേറ്ററിലേക്ക് പോകാനുള്ള സംവിധാനമൊക്കെ ചലച്ചിത്ര അക്കാദമി ഒരുക്കിയിട്ടുണ്ട്. കാരണം സിനിമയുടെ സെലക്ഷൻ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ വളരെ മികച്ച സിനിമകൾക്ക് തിരക്ക് കൂടുതലായതുകൊണ്ട് തന്നെ 3 സ്ക്രീനിങ് ഉൾപ്പെടെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ മേള ഒരു വലിയ വിജയമാക്കി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട്